ഹലോ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാനൊരു പഴയ ചട്ടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായല്ലോ അല്ലേ? ഇതുപോലെ കേടായി പോയിട്ടുള്ള ഇരുമ്പിൻ്റെ ചട്ടികൾ നമ്മൾ എങ്ങനെ പഴയതുപോലെ ആക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ പാലപ്പം അല്ലെങ്കിൽ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കുഴിഞ്ഞിട്ടുള്ളൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ്. അപ്പോൾ ഉപയോഗിക്കാതെ വെച്ച് ഇതുപോലെ ആയി. ഞാൻ അതിനെ വീണ്ടും പഴയതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റും. അധികം സമയം വേണ്ട. അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾക്ക് ആദ്യത്തെ പോലെ തന്നെ ഇതാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മളെ ആദ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ ചട്ടി ഇതുപോലെ തുരുമ്പ് പിടിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ നനഞ്ഞും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാതെയൊക്കെ വെച്ചാണ് ഇതിങ്ങനെ ആയത്. അപ്പോൾ ചിലരുടെ വീട്ടിലാണെങ്കിൽ ഇത് ഇത് ചിലപ്പോൾ അടർന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു സ്റ്റേജ് കുറച്ച് നാൾ കൂടി വെച്ചാൽ ഇതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഇങ്ങനെ തുരുമ്പ് ഇങ്ങനെ അടർന്ന് തുടങ്ങും. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അത് നമ്മൾക്ക് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ പാത്രത്തിന് എത്രത്തോളം ബലം ഉണ്ടെന്ന് നോക്കാം. എന്തെങ്കിലും ഒരു ഇതുപോലെ എന്തെങ്കിലും സംഭവം വെച്ചിട്ട് ഇതിങ്ങനെ അടിച്ച് നോക്കാം. എവിടെയെങ്കിലും അടർന്ന് പോരുന്നുണ്ടോ എന്ന് നോക്കാം. അടർന്ന് പോരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ തട്ടി തട്ടി ഇങ്ങനെ കളഞ്ഞാലും മതി. അപ്പോൾ ഇതിൽ ഒരുപാട് ഇങ്ങനെ അടർന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തുരുമ്പ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊക്കോളും. അല്ലെങ്കിൽ ഒരുപാട് അങ്ങോട്ട് ഉരക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് കഴുകണ സമയത്ത് പൊക്കോളും. ജസ്റ്റ് ഇങ്ങനെ തട്ടി നോക്കുമ്പോൾ എന്തെങ്കിലും കഷ്ണം പോലെ എന്തെങ്കിലും വീഴുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിൽ കഷ്ണം പോലെ ഒന്നും വീണില്ല. ഇങ്ങനെ പൊടി പൊടി പോലെ മാത്രം പോയുള്ളൂ. അപ്പോൾ ഇതിന് ശേഷം നമുക്കിത് കഴുകിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ച് കഴുകാം. അപ്പോൾ ഈ ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് കോട്ടിങ് ഇളകും അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കഴുകുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരുപാട് ഇങ്ങനെ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ പോകും. അപ്പോൾ അതെല്ലാം നമുക്ക് കഴുകി കളഞ്ഞതിന് ശേഷം ഇത് നമ്മൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് കഴുകി മാക്സിമം ഇതുമെന്ന് ഉള്ള അഴുക്കും കാര്യങ്ങളും അതുപോലെ തന്നെ തുരുമ്പിൻ്റെ അംശമൊക്കെ ഒരു പരിധി വരെ നമുക്ക് കഴുകുമ്പോൾ തന്നെ പോകും. അപ്പോൾ ഞാനിത് വളരെ നന്നായിട്ട് തന്നെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഒരു എന്തെങ്കിലും നല്ലൊരു തുണി വെച്ചിട്ട് തുടച്ച് അതിലെ നനവൊക്കെ കളയാം. അപ്പോൾ നന്നായിട്ട് തുടച്ച് കളയണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ തുടച്ച് അത്യാവശ്യം നനവെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തുടച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കണ്ടില്ലേ, ഇതിൽ തുരുമ്പൊക്കെ ഒരുവിധം പോയിട്ടുണ്ട്. പക്ഷെ നമുക്കിത് ഇതിൽ നിന്ന് അപ്പമൊക്കെ വിട്ട് കിട്ടണമെങ്കിൽ ഇത് നന്നായിട്ട് സ്മൂത്ത് ആവണം. നമുക്കിങ്ങനെ മയക്കിയെടുക്കണം എന്നൊക്കെ പറയില്ലേ പാത്രം, അതുപോലെ ആക്കണം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണയാണ് എടുത്തേക്കണത്. നല്ലെണ്ണ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ കണ്ട സംഭവം എള്ളെണ്ണ. അപ്പോൾ അത് ഒരു ബ്രഷ് വെച്ചിട്ടോ തുണി വെച്ചിട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പാത്രത്തിൻ്റെ അകത്തും പുറത്തും നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. നന്നായിട്ട് തന്നെ ഗ്രീസ് ചെയ്ത പോലെ ആക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിൽ മാത്രമേ നമുക്ക് ഈ പാത്രം നമ്മൾ ആദ്യം വാങ്ങുന്ന സമയത്ത് മയക്കുന്ന പോലെ തന്നെ ചെയ്യണം. വീണ്ടും ഇത് കേടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാക്കി എടുക്കുമ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് അപ്പമൊക്കെ വിട്ട് കിട്ടുള്ളൂ നന്നായിട്ട്. അപ്പോൾ ഇത് അകത്തും പുറത്തും നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഇപ്പോൾ എല്ലാവരും ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ ഇപ്പോൾ ഗ്യാസിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്യാസിൽ തന്നെ വെക്കാം. അപ്പോൾ ഗ്യാസിൽ വെച്ച് ആദ്യം ഫുൾ ഫ്ലെയിമിൽ ഇരുന്നോട്ടെ. പാത്രം ആദ്യമായിട്ട് വെക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ ഒരു ഫുൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറക്കണം. അപ്പോൾ അതിൻ്റെ സമയം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങനെ പുക പോലെ വന്നു തുടങ്ങും. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പുക പോലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കുറച്ചിട്ട് കൊടുക്കുകയാണ്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം. ഇനി ഇങ്ങനെ വെക്കണതിനോടൊപ്പം തന്നെ ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഇത് ചൂടാകുമ്പോൾ ആ സെൻറ്ററിലുള്ള സൈഡിലുള്ള ഓയിലൊക്കെ സെൻറ്ററിലോട്ട് വരും. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്ത് ലാസ്റ്റ് ആകുമ്പോൾ ഓയിൽ കുറഞ്ഞ് വരും. അതോടൊപ്പം തന്നെ ഇതിൽ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ പുക വന്നു തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്തതിന് ശേഷം അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഇത് തുടച്ച് വൃത്തിയാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നന്നായിട്ട് അമർത്തി തുടക്കാം. അപ്പോൾ ആ തുടക്കുന്ന സമയത്ത് തന്നെ ഇതിൽ നിന്ന് ഒരു തുരുമ്പിൻ്റെ ആ ഒരു അംശം പാട പോലെ ഇങ്ങനെ ഒലിഞ്ഞു പോകുന്നത് കാണാം. യെല്ലോ കളറിൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുമല്ലോ. അതോടൊപ്പം തന്നെ ഈ തുണിയിലും ഈ യെല്ലോ കളറ് ഇങ്ങനെ ആവുന്നത് കാണാം. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഇതൊന്ന് പാകപ്പെട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് അമർത്തി തുടച്ചാൽ മാത്രമേ ഇത് ഇതിൽ നിന്ന് വിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് തുടച്ചതിന് ശേഷം ഞാൻ വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത അതേ മെത്തേഡ് ചെയ്യുകയാണ്. വീണ്ടും ആ എണ്ണ തന്നെ ഇതിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഈ ഒരു സമയത്ത് പുറത്ത് പുരട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് അകത്ത് മാത്രം നന്നായിട്ട് മയപ്പെട്ട് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അകത്ത് മാത്രം പുരട്ടിയാൽ മതി. അതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ചെയ്ത പ്രൊസീജിയർ തന്നെ ഒന്നുകൂടിയും ചെയ്യണം. അപ്പോൾ അതിന് ശേഷം ഞാൻ വീണ്ടും ഇത് തുടക്കുകയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം അതേ സമയം എടുത്ത് തന്നെ ഗ്യാസിൽ ഇതുപോലെ വെക്കാം. അതിന് ശേഷം അത് തണുത്തതിന് ശേഷം വീണ്ടും തുടക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു സമയത്ത് നമുക്കിങ്ങനെ ഇതുപോലെ ഇങ്ങനെ പാട പോലെ എന്തെങ്കിലും അതിങ്ങനെ സെൻറ്ററിൽ കാണുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ
പേപ്പർ, ന്യൂസ് പേപ്പർ, എന്തെങ്കിലും പേപ്പർ എടുത്തിട്ട് നല്ല ബലത്തിൽ ഇങ്ങനെ ഉരച്ച് കളയാൻ നോക്കാം. എന്നിട്ടും അത് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു സമയത്ത് ആ പാട പോലെയുള്ളത് പോകുന്നത് കാണാൻ പറ്റും. ഞാനിവിടെ പേപ്പർ വെച്ച് തുടച്ചിട്ടും അതിന് ശേഷവും ചില സ്ഥലങ്ങളിൽ ആ പാട പോലുള്ളത് പോവാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കതിങ്ങനെ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ജസ്റ്റ് ആയ പാട പോലത്തത് പോകാൻ വേണ്ടി മാത്രം അതിലിങ്ങനെ ഉരച്ചു കൊടുക്കുക. എല്ലായിടത്തും ഇട്ട് ഇങ്ങനെ ഭയങ്കര ബലം കൊടുത്ത് ഉരക്കരുത്. അപ്പോൾ അതെല്ലാം അതിന് ശേഷം നമ്മൾ തുണി വെച്ച്, അതുപോലെ എണ്ണയെ മുക്കിയിട്ടുള്ള തുണി വെച്ചിട്ട് തന്നെ തുടച്ച് കളയണം കേട്ടോ. അങ്ങനെ നമ്മൾ എണ്ണ വെച്ച് തുടച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു സ്ക്രാച്ച് പോലെ ചെയ്ത് കൊടുത്ത അതെല്ലാം പോയിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും ഓയിൽ തടവുക, വീണ്ടും അതുപോലെ തന്നെ ചെയ്യുക. അങ്ങനെ നമ്മൾ ഒരു 3-4 തവണ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇതൊരു പാത്രം മയപ്പെട്ട് കിട്ടി. അതിപ്പോൾ നിങ്ങളുടെ പാത്രത്തിൻ്റെ പഴക്കോ അല്ലെങ്കിൽ അതിന് വന്ന ഡാമേജ് അനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് പാത്രം കാണുമ്പോൾ അറിയാമല്ലോ അത് എത്രത്തോളം റെഡി ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഈ ഒരു സെയിം പ്രൊസീജിയർ വീണ്ടും വീണ്ടും ചെയ്യുക. അപ്പോൾ ആ സ്ക്രാച്ച് ചെയ്യുന്ന പരിപാടി ഒരു പ്രാവശ്യം ചെയ്താൽ മതി. വീണ്ടും വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പാത്രം അത്രക്കാണ് മയപ്പെട്ട് കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു പാത്രം നമുക്ക് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതിനി നിങ്ങൾക്ക് ഇങ്ങനെ മാത്രം കാണിച്ചു തന്നാൽ പോരല്ലോ, ഇതിലൊരു അപ്പം കൂടി ഉണ്ടാക്കി കാണിച്ചു തരാം ഇത് എത്രത്തോളം ശരിയായിട്ടുണ്ടെന്നുള്ളത്. ഞാനുണ്ടാക്കണ അപ്പത്തിൻ്റെ ഷേപ്പ് കണ്ടിട്ട് ആരും പേടിച്ചു പോകരുത്. ഫോണും ചട്ടിയും എല്ലാം കൂടിയും കയ്യിലായതുകൊണ്ട് അപ്പം ഏതോ ഒരു രാജ്യത്തിൻ്റെ മാപ്പ് പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ആരും കാര്യമാക്കണ്ട. നമുക്ക് സംഭവം വിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് അപ്പത്തിൻ്റെ സൈഡൊക്കെ മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം. കണ്ടോ, ഒട്ടും കരിയാതെ അടിയിൽ പിടിക്കാതെ തന്നെ നമ്മുടെ അപ്പം റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം, വളരെ സിമ്പിളാണ്. ആരെങ്കിലും ഉപയോഗിക്കാതെയൊക്കെ ഇതുപോലത്തെ ചട്ടികൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം പോയി ഇത് ശരിയാക്കി എടുത്തോ. അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇതുപോലുള്ള പാത്രങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ കേടാക്കി കളയരുത്. നോൺ സ്റ്റിക്ക് കുക്കറിനൊക്കെ നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഒരു ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലുള്ള പാത്രങ്ങൾ എന്തായാലും നിങ്ങൾ കൈവിട്ട് കളയരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം സഫീസ് ഹോം ഡയറി.